ഹോർമോസ് കടലിടുക്കിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ അനുമതി. ക്രൂഡ് ഓയിൽ, LPG, CNG ശേഖരം 1 മാസത്തിനുള്ളിൽ തീരുമെന്ന ഇന്ത്യയുടെ ആശങ്ക കണക്കിലെടുത്താണ് നടപടി. റഷ്യയിൽ നിന്നുള്ള 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉടൻ ഇന്ത്യയിലെത്തും. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം LPG, CNG, ക്രൂഡ് ഓയിൽ എന്നിവയുടെ ഇറക്കുമതിയെയാണ് ബാധിച്ചത്. 1 മാസത്തിൽ താഴെ മാത്രമുള്ള കരുതൽ ശേഖരം അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് അമേരിക്ക ഇന്ത്യക്ക് ഇളവുകൾ നൽകിയത്. റഷ്യയുടെ എണ്ണ വാങ്ങിയാൽ 25% തീരുവ ചുമത്തുമെന്ന നയത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇളവ് നൽകിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് അടുത്ത 30 ദിവസത്തിന് എണ്ണ വാങ്ങാമെന്ന് അമേരിക്കൻ ട്രഷറി അറിയിച്ചു. We are very much excited on focusing with India on these economic and commercial opportunities. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യയിൽ നിന്ന് 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ വാങ്ങുന്നത്. ഗുജറാത്ത്, കിഴക്കൻ ഇന്ത്യൻ തീരത്തുമായി ഈ എണ്ണ എത്തുകയും ചെയ്യും. 90 ലക്ഷം ബാരൽ എണ്ണ റഷ്യയുടെ കടലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ലോകത്തിന്റെ ആകെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും പങ്കുവച്ചു. ഇന്ത്യയുടെ കപ്പലുകളെ തടയുന്നില്ല എന്നും ചൈനയുടെ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ അനുവാദമുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കി. അമേരിക്ക, യൂറോപ്പ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകളെയാണ് തടയുന്നത് എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം IRIS ദേനയുടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ഇന്ത്യയുടെ INS തരങ്കിണി തീരത്ത് നങ്കൂരമിട്ടതായി ശ്രീലങ്കയും വ്യക്തമാക്കുകയാണ്. വിഷ്ണുപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.